صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. കോഴിക്കോട് നിന്നും പുലർച്ചെ 6 മണിക്ക് ഇതാ യാത്ര പുറപ്പെടുകയാണ് ഏർവാടിയിലേക്ക്. ഞങ്ങൾ 4 പേര് കാറിലാണ് പോകുന്നത്. ഏകദേശം ഒരു 12 മണിക്കൂർ യാത്രയുണ്ട് കോഴിക്കോട് നിന്ന് ഏർവാടിയിലെത്താൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തായിട്ട് അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ് ഞാനും ഫിദയും. നല്ലൊരു അയൽക്കാരി എന്നതിലുപരി എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഫിദ. ഫിദയുടെ പാർട്ട്ണറാണ് ഞങ്ങളെ ഏർവാടിയിലേക്ക് കൊണ്ടുപോകുന്നത്. യാത്രയുടെ തുടക്കത്തിൽ തന്നെ വണ്ടിയിൽ എണ്ണയടിക്കുകയാണ്. പിന്നെ ഈ രാവിലെ തന്നെയുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. നല്ല നല്ല കാഴ്ചകൾ, കുട്ടികൾ മദ്രസയിൽ പോകുന്ന കാഴ്ചകൾ, അതേപോലെ രാവിലെകളിൽ ഒരുപാട് പ്രഭാത ദൃശ്യങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ മുഖമുദ്രയായ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു ഏർവാടി യാത്രയിൽ ഞങ്ങൾ 4 പേരാണുള്ളത്. ഞാനും ബാവയും ഫിദയും ഫിദയുടെ പാർട്ട്ണറും. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് മാവൂർ പോയി മാവൂരിൽ നിന്ന് മഞ്ചേരി, പെരിന്തൽമണ്ണ, പാലക്കാട് വഴി അങ്ങനെയാണ് പോകുന്നത്. യാത്രക്കിടയിൽ കഴിക്കാനായിട്ട് ബീഫ് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷപൂർണ്ണമായ ഒരു യാത്രയാണ് കേട്ടോ. അടിപൊളി ഒരു വൈബിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഈ പാലക്കാട്, കോയമ്പത്തൂർ, പൊള്ളാച്ചി വഴിയാണ്. കോയമ്പത്തൂർ കണ്ട് ടച്ച് ചെയ്തിട്ടില്ല എന്നുകൊണ്ട് പാലക്കാടിന് പിന്നെ പൊള്ളാച്ചി പോയി, പൊള്ളാച്ചി വഴിയാണ്. അങ്ങനെ റോട്ടിലുള്ള ഒരു തമിഴ്നാടൻ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും നിർത്തി ചായ കുടിച്ചിട്ടും സ്നാക്സ് കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ആട്ടിൻകൂട്ടങ്ങളുടെ ഇടയിലൊക്കെ പോയി നിന്ന് റീൽസ് എടുക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഞങ്ങൾ തിരക്കിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതാ ഏർവാടി എത്താറായിട്ടോ. ജസ്റ്റ് ഫോർ 2 കിലോമീറ്ററുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഈവനിങ്ങിൽ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളങ്ങനെ ഏർവാടിയിലെത്തി. നല്ല റൂമാണ്. അപ്പം നന്നായിട്ട് ഞാനിങ്ങനെ കുളിച്ച് റെഡിയായിട്ട് ദർഗയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. നന്നായിട്ട് ഫ്രഷായിട്ട് ദർഗ നല്ല ഫ്രഷായിട്ട് റൂമാണ് കേട്ടോ. ജസ്റ്റ് ഫോർ 500 rupees ഈ ഏർവാടിയിൽ റൂം നമുക്ക് അറേഞ്ച് ചെയ്ത്. റോഷിദിൻ്റെ ബൃഹത്താണ്. റോഷിദാണ് ഞങ്ങളുടെ സാരഥി. ഇവിടെ വന്നിട്ട് മാറ്റുകയാണ്. ഫിദയും തയ്യാറാകുകയാണ് കേട്ടോ. എല്ലാവരും കുളിച്ച് റെഡിയായി. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഏർവാടിയിൽ നല്ലൊരു റൂം കിട്ടി. നല്ല വൃത്തി ഇതൊക്കെയുള്ള ബാത്റൂം സൗകര്യമൊക്കെ നല്ല ഉണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ഫിദയും റെഡിയാകാണ്. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഡ്രസ്സൊക്കെ ഇടാണ്. ഇതാ ബാത്റൂം നല്ല ക്ലിയർ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ വാവ കുളിക്കുകയാണ്.
ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റും ഉണ്ട്, എന്നെ കുറച്ച് രണ്ടാളും റെഡിയായി നിൽക്കുന്നത്. ഞങ്ങൾ ദർഗയിലോട്ട് പോവുകയാണ്. ദർഗയിലോട്ടുള്ള പോക്കിലാണ് ഞങ്ങൾ. ഏർവാടിയുടെ സവിശേഷതകളൊക്കെ ഏർവാടിയിൽ ഒരുപാട് മഹത് വ്യക്തികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. പിന്നെ മാനസിക അസ്വസ്ഥത അനുഭവപ്പെടുന്ന ആളുകൾക്കൊക്കെ വളരെയധികം നല്ല സൗഖ്യം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏർവാടി ദർഗ. അപ്പോൾ ആ പ്രശസ്തി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് മനഃശാന്തി നൽകുന്ന ഒരു സ്ഥലമാണ്. തമിഴ്നാട് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഏർവാടി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അങ്ങനെ ഒട്ടുമുക്ക ഇന്ത്യ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തീർത്ഥാടകരായിട്ട് എത്തിപ്പെടുന്ന സ്ഥലമാണ്. നല്ലൊരു വിശ്രമമാണ് കേട്ടോ. അവിടെ മനസ്സിനൊക്കെ ഒരു ശാന്തി നൽകുന്ന ഒരവസ്ഥയാണ്.
ഞങ്ങൾ ഏർവാടിയിലെത്തിയത് ഒരു വൈകുന്നേര സമയമാണ്. അപ്പോൾ അന്ന് കുളിച്ച് ഫ്രഷായി ഏർവാടി ദർഗയിലൊക്കെ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി. പുലർച്ചെ ഇതാ 4 മണിയോടുകൂടി ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്, തിരിച്ച് കോഴിക്കോട്ടേക്ക്. ഇതൊക്കെ എല്ലാവിധ ആയുരാരോഗ്യ ആശംസകളും നേരുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. പൊള്ളാച്ചി ഭാഗത്തായിട്ട് ഒരു അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി. മസാല ദോശയും പൂരി, ഉപ്പുമാവ്, ഊത്തപ്പം അങ്ങനെ എല്ലാതും കഴിച്ച് ഞങ്ങൾ നല്ല ടേസ്റ്റി ഫുഡുകളായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മസാല ദോശയിലുണ്ടല്ലോ, ഈ മസാലയിൽ ഈ മഞ്ഞ കളറിലുള്ള ആലുവൊക്കെ മഞ്ഞ കളറിൽ ഇങ്ങനെ വെക്കുന്നത്. ചിലയിടത്ത് ഈ ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും. ഇത് ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ശൈലിയിലുള്ള മസാല ദോശയിൽ ഇങ്ങനെയാണ്. അങ്ങനെ വടയൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് വളരെ ഫുൾഫിൽഡായി. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉച്ചക്ക് ഭക്ഷണമൊന്നും ആവശ്യമില്ലാത്ത രീതിയിലായി. നന്നായിട്ട് ഫുള്ളായിട്ട് കഴിച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. മനസ്സും ശരീരത്തിനൊക്കെ ഒരു പ്രത്യേക ഉണർവും ശാന്തിയും സമാധാനവും ഒക്കെ ഏർവാടിയിൽ നിന്ന് കിട്ടിയ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് തണ്ണിമത്തനും മേടിച്ചു. അങ്ങനെ ഒരു ചെറിയ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഇങ്ങനെ യാത്ര തുടർന്ന് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോന്നു.
തിരിച്ച് വീട്ടിലെത്തിയതിൻ്റെ ശേഷം വാവ നേരെ ഓടി പോകുന്നത് അക്വേറിയത്തിലേക്കാണ്. മീനുകൾ ഒരു ദിവസം ഉള്ളൂ, ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെ പോയത്. എന്നാലും മൈമൂനയും മൊണാലിസ, കേശവൻ, അഷ്റഫ്, ഡാലിയ, സിൻഡ്രു അങ്ങനെ കുറേ മീനുകളുണ്ട് ഞങ്ങളുടെ. അവർക്കൊക്കെ ഫുഡുകൾ ഇട്ട് കൊടുക്കുന്ന തിരക്കിലാണ് വാവ. പിന്നെ ഇതാ ഞങ്ങളുടെ യാത്രയുടെ ടോട്ടൽ എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ 8,800 സംതിങ് ഒക്കെയാണ്. ടോട്ടൽ ഒരു അറൗണ്ട് 9,000 ആയിട്ടുണ്ട്. ഇതാ ഫിദ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതും ഒരാൾ മാത്രമാണ് ചിലവാക്കിയത്, ഫിദയാണ് ചിലവാക്കിയത്. ഗൂഗിൾ പേ ആയിട്ടും പൈസ ആയിട്ടും ഒക്കെ ഒരാൾ മാത്രം ചിലവ് ചെയ്തു. അത് അപ്പാപ്പ് എഴുതി വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് 2,000 ആ റേറ്റൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് ഷെയർ ചെയ്ത് എല്ലാവരും 4 പേരുണ്ടായിരുന്നല്ലോ, എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ അടിപൊളി യാത്ര കഴിഞ്ഞു.